നീ ചെയ്തതെന്ത് മഹാഭാവമാണെന്ന് നിനക്കൊക്കെ ബോധ്യമായി. നിന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി 2-3 പാവപ്പെട്ട ജീവിതങ്ങളെ നീ കണ്ണീർ കുടിപ്പിച്ചു. നിന്റെ കുടുംബത്തിന്റെ സുഖത്തിന് വേണ്ടി മറ്റൊരു പട്ടിണി കുടുംബത്തെ നീ കുരുതി കൊടുത്തു. വേദനയുടെ തീർന്നു കഴിയുന്ന ആ മനുഷ്യാത്മാക്കളുടെ ശാപം നിന്നെ വിടുകയും പണം കടത്തി നിന്നെ പിന്തുടരും. ഈ മഹാദ്രോഹത്തിന് നീ പരിഹാരം ചെയ്യണം. അല്ലെങ്കിൽ ദൈവം നിന്നെ ശിക്ഷിക്കും. ദൈവം നിന്നെ ശിക്ഷിക്കും. ദൈവം നിന്നെ ശിക്ഷിക്കും. ശിക്ഷിക്കും. വലിയ ആളാണെങ്കിലേ ആളുടെ കയ്യിലിരിക്കട്ടെ. ഒരു മനുഷ്യപ്പറ്റില്ലാത്തവൻ മാത്രം ഇത്ര നീളത്തില. നീ എന്തായാലും വേണേ ബോധമില്ലാതെ പിച്ചും പറയുന്നത്. അല്ല നിന്റെ അപ്പുറം പോലെ നീയും കുടിച്ചു തുടങ്ങിയോ? ഞാൻ സ്വഭാവത്തോടുകൂടി തന്നെ പറയുന്നത്. ഒരു പശുവിനെ വാങ്ങാൻ വന്നിരിക്കുന്നു. ചുമ്മാ കള്ളത്തിനും പറഞ്ഞ് കണ്ട പെമ്പിള്ളേരെ കറക്കി കയ്യിലെടുത്ത് കാര്യം സാധിക്കാൻ വേണ്ടി. ഇതാണ് ഈ കൊണ്ടുവരുന്നത് താഴെ ഇട്ടിരിക്കുന്നത്. ഇനി എന്റെ കണ്ണിലെങ്ങാനും കണ്ട ഒരു പാഠം പഠിപ്പിച്ചതിന് വിടും. ആരാ? എന്തു വേണം? അല്ല, ഇവിടെ ഇടങ്ങേറ് കാണിക്കുന്ന ഒരു കുട്ടി പശു ഉണ്ടെന്ന് കേട്ടു. ഉണ്ടെങ്കിൽ ആർക്കാ നഷ്ടം? ഞങ്ങളെ ഇവിടെ കെട്ടിയിട്ടോളാം. എനിക്കും കെട്ടാൻ അറിയാം. ഞാനും ഒരു നല്ല കാളത്തിറകനാണ്. ആ കച്ചവടത്തിനേ വേറെ വല്ല ചന്തയിലും പോയാട്ടെ. ഒന്നുമില്ലമ്മേ, ആരോ ഒരു കാളത്തിറകൻ. ഞാൻ ഇവിടുത്തെ പശുവിനെ വാങ്ങാൻ വന്നതാ. എവിടാ നാട്? പേരെന്നതാ? അങ്ങ് തെക്കാണമ്മേ. പേര് പൗലോസ് ചേട്ടൻ. ഈ കൊച്ചിനെ കടിച്ചു തിന്നാൻ ചെന്ന നീ ഇതൊക്കെ എങ്ങനെ അറിയാ? അത് ചോദിച്ചു മനസ്സിലാക്കിയമ്മേ. ഞങ്ങൾ വഴിയിൽ വെച്ച് കണ്ടു. എന്നോട് പലതും ചോദിച്ചു. ഞാൻ നിനക്ക് സമാധാനം പറഞ്ഞു. ഇരുന്നാട്ടെ കുഞ്ഞ്, വന്ന കാലം നിന്നാലോ. ദീനാമേ, എന്താ വേണോ പശുവിനെ? ആ, തന്നാൽ വേണം. അമ്പേ കള്ളൻ. ദീനാമേ, ദാ വരുന്നമ്മേ. ചേട്ടൻ അങ്ങോട്ട് ഇരുന്നേ. ചേട്ടൻ ചേച്ചിയെ കെട്ടാവുന്ന ആളാണോ? വരൂ വരൂ. ആ, നിന്റെ പേരെന്താ? ധോണിച്ചൻ എന്നാ. ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്? 2ാം ക്ലാസ്സിലാ. ചേട്ടാ, എനിക്കൊരു 10 പൈസ തരാമോ? എന്തിന്? സ്കൂളിൽ പോകുമ്പോൾ ബോണ്ട വാങ്ങി തിന്നാ. നീ കാലത്ത് എന്ത് കഴിച്ചു? കാലത്തെ കപ്പ. ഉച്ചയ്ക്കോ? കപ്പയും കഞ്ഞിയും. ഓഹോ, ആ ശരി. 1 രൂപ വെച്ചോ. എനിക്ക് 1 രൂപ ഒന്നും വേണ്ട, 10 പൈസ മതി. ശരി, എന്നാ 25 പൈസ ഉണ്ട്. ഈ പട്ടിണി കുടുംബത്തെ വഴിയാധാരമാക്കിയാണോ ഞാൻ ജോലി സമ്പാദിച്ചത്? എന്റെ കർത്താവേ, എനിക്ക് മാപ്പ് തരണേ. നീ എന്നെ വില ജയിക്കണുള്ളയോ? ഈ പണിക്കരൊരു പുള്ളിനെയും പേരില്ലേ? നീ അല്ല, നിന്റെ അമ്മയ്ക്ക് വേണാൽ പോലും. എന്റെ കർത്താവേ, കുടി കഴിഞ്ഞിട്ട് ഇപ്പം പെണ്ണുങ്ങളുടെ കൂടെ പോക്കും തുടങ്ങിയ. എന്ന് തുടങ്ങി ഈ നശിച്ച സ്വഭാവം? ആരാ പിശാച്? ഏതവളാ അവള്? എടി, അവളെന്നെ പിടിച്ച് നിലത്തിട്ട് എന്റെ മുണ്ടെല്ലാം പിടിച്ചഴിച്ചു. ഞാൻ പിടിച്ചു പൂണ്ടട. ഏത് ദ്രോഹിയാ നിങ്ങൾ അങ്ങനെ തമാടിത്തരം കാണിച്ച്? അവളുടെ തലയിൽ ഇടിവാള് വീഴും. സുന്ദരിയായ ആ കിങ്ങിണിപ്പുഴ, കിങ്ങിണി 6. ഓഹോ, ലവലില്ലാതെ കുടിച്ചിട്ട് ആറ്റി വീണതിനാണോ ഇങ്ങനെ ചീത്ത പറയുന്നത്? ഇങ്ങനെ ദിവസേന പേവെള്ളം കുടിച്ചാൽ ഞങ്ങളുടെയൊക്കെ ഗതി എന്തെന്നാ? ഞാൻ കുടിക്കണേ, ഞാൻ കുടിക്കും. എന്റെ പണം എടുത്തവന് കൊള്ളുന്നത് വരെ ഞാൻ കുടിക്കണേ. വേറെ അല്ല, ചേട്ടൻ എങ്ങോട്ടാ പോകുന്നേ? എങ്ങോട്ടുമില്ല. അതല്ലേ ലീനയുടെ അപ്പൻ? അതെ. ലീനയുടെ അപ്പൻ എന്നെ ഉപദ്രവിക്കുമോ? ഇതെല്ലാം ചുമ്മാതാ ചേട്ടാ. കുടിച്ചാൽ അപ്പൻ ഇങ്ങനെ. ഏതായാലും ഞാൻ പോയിട്ട് ഇനി ഒരു ദിവസം വരാം. അയ്യേ, ചേട്ടൻ ഇത്രയ്ക്ക് തൊട്ടാവാടിയാന്നോ? ഞങ്ങളെ മനുഷ്യരെ പിടിച്ച് തിന്നുന്നവരൊന്നുമല്ല. നീ എന്തിനാണ് ഈ കള്ളനെ പോലീസുകാരെ പിടിച്ചോണ്ട് പോകുന്നതിന്റെ കൂട്ട് എന്നെ പിടിച്ചോണ്ട് പോകുന്നത്? നീ ആളുടെ പശുവിനെ വാങ്ങിക്കാൻ വന്നേ? അതെ. നിനക്ക് ഏത് പശുവിനെ വേണം? ഓ, ഇത് കേട്ടാ തോന്നുമല്ലോ ഇവിടെ ഒത്തിരി പശുക്കളുണ്ടെന്ന്. മണ്ട്, അത് മനസ്സറിഞ്ഞാണ് ഇവരിവിടെ വന്നിരിക്കുന്നത്.
നിനക്ക് സാക്ഷാൽ പശുവിനെ വേണോ ഈ പെണ്ണിനെ വേണോ? നിങ്ങൾ എന്തൊരു ബോധമില്ലാത്ത ചോദ്യമാ ചോദിക്കുന്നേ? ഓടിയായിരുന്നു. ഇടാ നീ ബോധമുണ്ടോടാ? ഇടാ ഞാൻ ബോധമുള്ളവനാണോ? നല്ല ബോധമുണ്ട്, ആണോടാ? നല്ല ബോധമാണ്. ആ തലക്ക് കുറച്ച് ചെറുത്ത വരെ വന്നാട്ടെ. അപ്പൊ ഞാൻ പോകുന്നു. ഇതാ, ഇടാ, ഇടാ. ഇല്ലേ? നീ ആ ബസ്സിലുണ്ടായിരുന്നു. ഏത് ബസ്? ഇടാ നീ ആ ബസ്സിലുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. എന്റെ പണം, പണം കർത്താവേ, എന്റെ പണം വേണ്ടടാ. ഇതെന്തോര കിറുക്കാ? എന്റെ പണം വേണ്ടടാ. കട്ടവനെ കണ്ടില്ലേല് കണ്ടവനെയാണോ ചോദിക്കുന്നേ? ചേട്ടോ കുഞ്ഞ്, ആ പണം പോയ മുതല് അത് ഞാൻ പരിചയമില്ലാത്ത ആരെ കണ്ടാലും ഈ ചോദ്യമാ ചോദിക്കുന്നത്. കുഞ്ഞ് മറ്റൊന്നും വിചാരിക്കരുത് കേട്ടാ. വന്നേ. ഞാൻ ഒന്നും വിചാരിച്ചില്ല എന്റെ കർത്താവേ, ഞാൻ പോകുന്നു. ഇടാ നീ പോകാൻ പറയും. നീ പശുവിനെ വാങ്ങിക്കാൻ വന്നതാണെങ്കിൽ പണം എന്റെ തന്നെ പശുവിനെ കൊണ്ടുപോയി. അല്ല ഈ പെണ്ണിനെ മതിയെങ്കിൽ അതിനും വില പറഞ്ഞു വെച്ചപ്പോയി കൊണ്ടുപോയി. നിനക്ക് കള്ളു വേണോടാ? വേണ്ട. ഇവിടെ നല്ല പശ വേണ്ടായേ. അപ്പോ നിനക്ക് പശുവിനെ വേണം. വേണം. എടേ ശോശേ, ശോശേ. എന്താ ലക്ക് വിട്ടോ? എടേ നമ്മുടെ പശുവിനെ 750 രൂപയ്ക്ക് ഇവനെ വിറ്റിരിക്കുന്നു. കാശ് കൊണ്ടുപോകുന്നുണ്ടോടാ? ഉണ്ട്. 50 രൂപ അഡ്വാൻസ്. ഇങ്ങോട്ട് കൊടുത്തേ. അത് ഞാൻ എടുത്ത് കൊടുത്താലേ നേരെ അത് എടുത്തോണ്ട് കള്ളി ഷാപ്പിലോട്ട് പോകും. ബാക്കി 2,900 രൂപ ഞാൻ 10 ദിവസം കൊണ്ട് തന്നിട്ട് പശുവിനെ കൊണ്ടുപോയിക്കോളാം. എന്റെ മോളെ കെട്ടിച്ചു കൊടുക്കുന്ന വീട്ടിൽ കൊടുത്തയക്കാൻ വേണ്ടി ഒന്നുപോലെ വളർത്തിയതാ ആ പശുക്കിടാതെ. ദൈവം നേരുകാരനാമീ. ഞങ്ങളുടെ രൂപ എടുത്തവനെ പാമ്പ് കൊത്തും, അല്ലെങ്കിൽ അവന്റെ തലയിൽ വെള്ളിടി. ഞാൻ വന്നിട്ട് നേരെ ഒരുപാട് ഇരിക്കും. ഇച്ചിരി കാപ്പി കുടിച്ചിട്ട് പോകണം. നിങ്ങൾ വന്നാട്ടെ വല്ലത് കഴിക്കാം. അപ്പൊ നിനക്ക് കള്ളു വേണ്ട? വേണ്ട. കള്ളുകൂടിയ നിനക്ക് ഇതിന്റെ ഗുണം അറിയാമോ? പിച്ചാത്തി എന്ത് ചെയ്യടി? ഇതാണ്ടേ വേണ്ട ചേട്ടാ, നല്ല മലബാർ കപ്പ് പിടിഞ്ഞത് കഴിച്ചാട്ടെ. വേണ്ട ലീല, നേരെ ഒത്തിരി ഇരി. ഞാൻ പോകാം. ഓ, ഞങ്ങൾ പാവങ്ങളായതുകൊണ്ടായിരിക്കും കഴിക്കാത്തത്. നിങ്ങൾ ആരായിരുന്നാലും എനിക്കൊരു കടമയുണ്ട്, ഒരു മനസാക്ഷിയുണ്ട്. ലീന, എന്തൊക്കെയോ നടന്നുപോയി. ആ തെറ്റിനെല്ലാം ഞാൻ പരിഹാരം ചെയ്യണം. ഇവിടെ അങ്ങനെ ഒരു തെറ്റും നടന്നില്ലല്ലോ. ഓ, അപ്പം ചീത്ത പറഞ്ഞതാണോ? എന്തു പറഞ്ഞാലും കുറ്റം ചെയ്തവൻ അതൊന്നും സാരമില്ല. നിങ്ങളോടും കുടുംബത്തോടും എനിക്കൊരു കടപ്പാടുണ്ട്, അത് ഞാൻ നിറവേറ്റും. അത്ര നിർബന്ധമാണെങ്കിലേ എന്നെ കെട്ടിക്കൊണ്ടുപോകും. എന്നാല് ഞാൻ പോയിട്ട് ഒരു നല്ല കയറുമായി വരാം, എന്നിട്ട് ഈ മാൻകുട്ടിയെ കെട്ടിക്കൊണ്ടുപോകാം. എന്നാലേ ഈ കാപ്പ് കൂടി. അല്ല, മഴയും കാറ്റും കൂടി വരുന്നുണ്ട്, ഞാൻ എങ്ങനെ പോകും? ഇന്നിവിടെ കിടക്കാം. ഈ മഴ തോരാതെ പോയാലേ ആദ്യം വെള്ളം കൂടും. ആ, എന്റെ സാരിയാ, പൊത്തോളൂ. വേണ്ട ലീല. അയ്യോ, തണുപ്പോണ്ട് ചേട്ടന് പനി പിടിക്കും. നല്ല സുഖമായിട്ട് കിടന്നുറയും. ശരി, ആയിക്കോട്ടെ. ലീല, ഇവിടെ. ശോശാമ്മേ, എടി ശോശാമ്മേ, എടി കർത്താവെ കിടത്തി ഉറക്കത്തില്ലല്ലോ. ശോശ 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 എന്നെ വേണം. എടി നിന്നെ മറ്റൊന്നിനും അല്ല വിളിച്ചത്.
ആ ചെറുക്ക പോയോടി. അവനാ തിണ്ണയിൽ കിടക്കുന്നു. അവളെന്ത് ലീന? അവിടെ അടുത്ത മുറിയില്ല. എടീ രോശാമ്മേ, അവനാ ജനലിൽ കൂടെ അവിടെ മുറിയിലെങ്ങാനും കയറുകൂടി. അതേ നിങ്ങളുടെ സ്വഭാവം. ആ ഏതായാലും പിച്ചാത്തി കൈ ഇരിക്കട്ടെ. വല്ല ശബ്ദം ഉണ്ടാകുന്നതിന് വിളിച്ചേക്കണം കേട്ടോ. അവൻ ആഴത്തെ കൈകടി വിടരുത്, വിടരുത്. അപ്പുറത്ത് കാണുമായിരിക്കും. പിന്നെ നീ എന്തിനാ ഈ മരണവിളി വിളിച്ചത്? ഇടിവെട്ടിയ ശബ്ദം കേട്ട് പേടിച്ചു പോയതാണപ്പോ. നിങ്ങൾ പോയി കിടന്നട്ടെ, ഞാൻ ഇവളുടെ കൂടെ കിടന്നോളാം. വെരി ഗുഡ്. നിങ്ങൾ വളരെ ഭംഗിയായ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. മൊത്തം 75,000 രൂപ ഉണ്ടായിരുന്നു, അത് ഉടനെ ബാങ്കിലിട്ടു. ബസ് കളക്ഷൻ അത് 16,646 രൂപ ഉണ്ടായിരുന്നു, അതും ബാങ്കിലിട്ടു. ആ ശരി. വെൽ, ഇത്തവണ തൊഴിലാളികൾക്ക് 4 മാസത്തെ ശമ്പളം ബോണസ് ആയിട്ട് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുക. തുക മൊത്തമായിട്ട് കൂട്ടി ചെക്ക് ചെയ്ത് വെച്ചെന്നാൽ ഞാൻ ഒപ്പിട്ട് തരാം. ഓക്കെ? ശരി, ഞാൻ വരാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഒരു പെൺകുട്ടി വന്നാൽ നോക്കാൻ കൂടെ സമയമില്ല അല്ലേ? ക്ഷമിക്കണം, ഞാൻ കുറച്ച് ബിസി ആയിപ്പോയി. ശരി, വരണം. എങ്ങോട്ട്? കിടക്കമുറിയിലേക്ക്. നിങ്ങൾ പറഞ്ഞ പോലെ കേട്ടാ മതി. നോ ഫർദർ ക്വസ്റ്റ്യൻസ്. മുതലാളി അർജന്റായി ഈ കണക്കൊന്ന് എഴുതി കാണിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അതിലും അർജന്റായിട്ടുള്ള കാര്യമാണ് മുതലാളിയുടെ മകൾക്ക്. ഡാഡി പറഞ്ഞിട്ടാ ഞാൻ വന്നത്. മുതലാളി പറഞ്ഞതുപോലെ ചെയ്തില്ലെങ്കിൽ അറിയാമല്ലോ. എന്നാലേ നിങ്ങൾക്ക് വരാൻ പറ്റില്ലെന്ന് ഞാൻ ഡാഡിയോട് പറഞ്ഞു. അയ്യോ, വേണ്ട വേണ്ട, ഞാൻ വരാം. ഓക്കെ, ഗുഡ് ബോയ്, കം ഓൺ. ഒരു സംശയം, ഇതിലേതാണ് ഏത് പെണ്ണ്? മമ്മി പറയുന്നത് രണ്ടും ആണാണെന്ന്. കൊള്ളാം. ഇതാണോ അർജന്റ്? എനിക്ക് ഓഫീസിൽ 100 കാര്യങ്ങളുണ്ട്. ഹേ മിസ്റ്റർ, ഡാഡി പറഞ്ഞാണ് സംശയം തീർക്കണമെന്ന്. ശരി, ഇതാ കറുത്തതാണ്, വെളുത്തത് പെണ്ണ്. എന്താ മതിയോ? എങ്ങനെ മനസ്സിലായി? എന്തൊരു ബാലിശങ്ങളായ ചോദ്യങ്ങളാണ്. ശരി, ഈ ആണ് എന്തുകൊണ്ട് പെണ്ണിന്റെ അടുത്ത് പോകുന്നില്ല? ഇഷ്ടമില്ലായിരിക്കും. എന്തുകൊണ്ട് ഇഷ്ടമില്ല? ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ വിഷമിച്ചു പോകത്തേ ഉള്ളൂ. ശരി, ഒരു ഉദാഹരണം. ഞാൻ ഇവിടെ ഒരു പെണ്ണ് ഫ്രീ ആയി നിൽക്കുകയാണ്. സാർ എന്തുകൊണ്ട് സ്നേഹിക്കുന്നില്ല? എന്ന് പറഞ്ഞാൽ കണ്ട ഉടനെ അങ്ങ് സ്നേഹിക്കാൻ നോക്കും. അതിന് കുറച്ച് ദിവസങ്ങളൊക്കെ ആകും. സാധാരണ സാറിന് എത്ര ദിവസം വേണം സ്നേഹിക്കാൻ? ഒരു 2-3 ആഴ്ചയെങ്കിലും വേണ്ടേ? ശരി, സമ്മതിച്ചു. ഇന്നു മുതൽ 3 ആഴ്ചയ്ക്കാവും. എന്നെ സ്നേഹിച്ച് സാറിന്റെ സത്യം പാലിക്കണം. അയ്യോ റോസി, ഞാൻ വെറുതെ കളിതമാശയ്ക്ക് പറഞ്ഞു പോയതാണ്. നോ ആർഗ്യുമെന്റ്. എന്നാലേ കളി കാര്യമായെന്ന് ഞാൻ ഡാഡിയോട് പറഞ്ഞേക്കാം. അയ്യോ റോസി. മിസ്റ്റർ പൗലോസ്, സാർ, സാർ, നിങ്ങൾ അവിടെ എന്ത് ചെയ്യുന്നു? നിങ്ങളെ ഞാൻ ഏൽപ്പിച്ചിരുന്ന ജോലിയെല്ലാം നിങ്ങൾ ചെയ്ത് തീർത്തോ? ഞാൻ ഓഫീസിൽ നിന്നിപ്പോ മുതലാളിയുടെ മകൾ അവിടെ എന്നെ അന്വേഷിച്ച് നാട്ടിൽ നിന്ന് ഒരാൾ വന്നിരുന്നു. ഓ, അതിനിടയിൽ ഇവിടെ ഒന്ന് ശല്യപ്പെടുത്തിയിരിക്കല്ലേ? പക്ഷെ വളരെ ഇന്നസെന്റ് ആണ് മുതലാളി. താങ്ക് യു മിസ്റ്റർ ഇന്നസെന്റ്. ബൈ ദ ബൈ, നിങ്ങൾ എസ്റ്റേറ്റിൽ പോയി 50,000 രൂപ വാങ്ങിച്ചിട്ട് വേണം. ടേക്ക് മൈ കാർ, ഓക്കെ? ശരി മുതലാളി. ഒന്നുമില്ല ഡാഡി, ഡാഡിയുടെ വടി കൊണ്ടതാണ്. സോറി. ഞാൻ പണ്ടത്തെ പട്ടിണി തൊമ്യാശാനൊന്നും അല്ല. ഇപ്പം എന്റെ മകന്റെ നിലവാരം എന്തോന്നറിയാമോ? അവൻ ആ മോട്ടാർ കമ്പനി, അവന് ശമ്പളം എന്തുവാ എനിക്ക് പറഞ്ഞു, അവന് പറഞ്ഞൂടാ, അവന്റെ മുതലാളിക്ക് പറഞ്ഞൂടാ. അങ്ങനെ അതിന്റെ കിടപ്പ് എല്ലാം അറിഞ്ഞതിന് ശേഷമാ 5,000 രൂപ പൗലോസിന് സ്ത്രീധനം കൊടുക്കാമെന്ന് പെണ്ണു വീട്ടുകാർ സമ്മതിച്ചത്. അത് ന്യായമാ. 4 പേര് കേട്ടാലും ഇരക്കാത്തൊരു തുക നമ്മൾ ചോദിക്കരുത്. നീ പോയി നമ്മളെ ഇവിടുന്ന്. എന്റെ മോനെ കിട്ടണമെന്നുണ്ടല്ലോ. അവന്റെ സ്ത്രീധനത്തിന് 5,000 രൂപയും ബംഗ്ലാദേശൻ ടാക്സ്, സർചാർജ്, പഞ്ചായത്ത് കരം ഇതെല്ലാം കൂടെ ചേർത്ത് 6,000 രൂപ ഇവിടെ കൊണ്ട് നോക്കണം. കല്യാണപ്പണത്തിന് നികുതി ഉണ്ടോ തോമച്ച? ഇനി കല്യാണത്തിലല്ലോ, അതിന്റെ മറ്റെല്ലാ കാര്യത്തിനും നികുതി വരും. കിടന്നാ നികുതി, ഇരുന്നാ നികുതി, നിന്താ നികുതി എന്ന് വേണ്ട സാമാനങ്ങൾക്കൊക്കെ ഭയങ്കര വിലയാ. അതുകൊണ്ടാ ഞാൻ 1000 രൂപ ഇവിടെ കൂട്ടിയത്. എടാ മോനെ, ഞാനേ ആ പെണ്ണു വീട്ടുകാർക്ക് വാക്ക് കൊടുത്തു. നീയും ലോനാപ്പിയും കൂടെ പോയി ആ പെണ്ണിനെ ഒന്ന് കണ്ടുകളാ. ഇപ്പൊ എന്തിനാത്ര ധൃതി? ഓരോരോ കാര്യങ്ങൾ തലയ്ക്ക് മീതെ നിൽക്കുകയാണ്. അതൊക്കെ ഒന്ന് തീരട്ടെ. ചേട്ടാ, പിന്നെ കാണാം. എടാ പൗലോസേ,
നീ ഒരുമാതിരി വെളുത്തേടിനോട് മാറ്റി വഹിക്കാൻ വന്നവനെ പോലെ നിസ്സാരമായിട്ട് എന്നോട് സംസാരിച്ചു കളഞ്ഞടാ. എടാ, എനിക്ക് വേണ്ടിയുള്ള ഈ കല്യാണം നിന്റെ കൂടെ പറഞ്ഞ പെങ്ങളെ കെട്ടിവയ്ക്കാൻ വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത്. നല്ല ഒന്നാം തരം കല്യാണമാണ് നിശ്ചയിച്ച് ഉറപ്പിച്ചിരിക്കുന്നത്. പൗലോസിന് ആ പെണ്ണിനെ കണ്ടാ പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങത്തില്ല. എന്റെ കുഞ്ഞ് ഈ ചാൻസ് കളയില്ല കേട്ടോ. എടാ, ഇത് പറഞ്ഞാ അവന് മനസ്സിലാവുണ്ടാവും. നാളെ ഒരുപക്ഷെ ആ മോട്ടാർ കമ്പനിയിൽ നിന്ന് ഇവനെ എടുത്ത് ദൂരെ കളഞ്ഞെന്ന് വരും. അങ്ങനെ വരുമ്പോൾ പണ്ടത്തെ പോലെ പട്ടിണിയായിട്ടും കഴിയേണ്ടി വരും. അത് വരുന്നതിന് മുമ്പായിട്ട് നീയും നിന്റെ പെങ്ങളും ഒരു നല്ല നിലയിൽ എത്തട്ടെ എന്ന് വിചാരിച്ചാ ഞാൻ ഈ അന്തരാളമൊക്കെ കാണിക്കുന്നത്. അത് പറഞ്ഞ അവന്റെ പണിയിൽ കണ്ടായോ? ഇപ്പൊ ഉടനെ കല്യാണം നടത്താത്തോണ്ട് ഇവിടെ എന്താ കുഴപ്പം? ഇവിടെ ആരെങ്കിലും പട്ടിണി കിടക്കുന്നു? അപ്പച്ചൻ ചുമ്മാ ഇവിടെ തിരുന്നാ മതി. ഞാൻ ഇരുന്നോളാം അവിടെ. എന്റെ മോന്റെ കൽപ്പനയല്ലേ, അവനല്ലേ ഞങ്ങൾക്ക് ചെലവിന് തരുന്നത്. ഞാൻ തെണ്ടി കിടപ്പാടമില്ലാത്ത 10 കാശ് എന്റെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ നീ ഇത് പറയുമായിരുന്നോടാ. എന്റെ മോ പൊക്കോ പൊക്കോ. കാര്യം പറഞ്ഞാൽ മനസ്സിലായില്ലെങ്കിൽ അപ്പച്ചന്റെ ഇഷ്ടം പോലെ വിചാരിച്ചോണം. ആ എമ്പോക്കി, നിന്റെ ചക്കാത്ത് ചോരം നിന്ന് നീ പറയുന്നതും കേട്ട് ജീവിക്കാൻ ഈ തൊമ്മിയാച്ചാനെ കിട്ടത്തില്ലടാ. നിന്റെ ശമ്പളമോ സ്ത്രീധനത്തുകയും കൊണ്ട് ജീവിക്കാന്ന് വിചാരിച്ചാലടാ ഞങ്ങൾ നിന്നെ വളർത്തിയെടുത്തത്. നീ നോക്കിക്കോ, ഈ കൊക്കി വിശ്വാസം ഉണ്ടെങ്കിൽ നിന്റെ പെങ്ങളെ നിന്റെ സഹായം കൂടാതെ ഒരു കൂലി വേലക്കാരനെ കൊണ്ടെങ്കിലും ഞാൻ പിടിച്ചു കെട്ടിക്കോളാം. അറിയാമേ പാടി നിന്റെ അപ്പന്റെ വയലാക്കി നീ നോക്കി. അപ്പച്ച എന്നോട് ക്ഷമിക്കണം. അപ്പച്ച എന്നോട് ക്ഷമിക്കണം. എന്റെ മനസ്സിന്റെ വിഷമം കൊണ്ട് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോയതാണ്. എന്റെ അപ്പച്ചനും എന്റെ അമ്മച്ചിക്കും എന്റെ പെങ്ങൾക്കും വേണ്ടി മാത്രമാണ് അപ്പച്ച ഞാൻ ജീവിക്കുന്നത്. അല്ലാതെ എന്റെ സ്വന്തം സുഖം ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല. അപ്പച്ചേട്ടാ വരണം. ആഹാ, എല്ലാ സുഖം മോനെ. അപ്പനെ സുഖി വലിയേച്ചുമ്പ കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ. ലോനാപ്പി, മനസ്സ് ചോദ്യം, പണം കൂടാ, കെട്ട് കല്യാണം ഒക്കെ നിശ്ചയിച്ചിട്ട് വേണം. വേറെ കെട്ടിച്ച് വരാൻ തോന്നാ. നോക്കടി പറയാമേ, മോന്റെ ഒരു സ്നേഹം. പിന്നെ അവന്റെ മോട്ടോർ കമ്പനിയിലെ മുതലാളിയുടെ ടയർ പഞ്ചറായിട്ടാണ്. അതുകൊണ്ടാ അവൻ ഈ ഒരു പരവേശം. എന്നാ മോനെ എത്ര തോനെ ആലോചിക്കുന്നേ? ഞാൻ എന്റെ കല്യാണ പെണ്ണിനെ പറ്റി ആലോചിക്കുകയാണ്. അതെല്ലാം നല്ല ഭംഗിയായിട്ട് നടക്കും. അവൾ എന്നെ തന്നെ പ്രതീക്ഷിച്ചിരിക്കുകയായിരിക്കും. നിശ്ചയമായിട്ടും ഞാൻ ഇന്ന് എന്നെ പെണ്ണ് കാണാൻ ചെറുക്കനെ കൊണ്ട് ചെല്ലാന്ന് പറഞ്ഞിട്ടാ പോന്നിരിക്കുന്നേ. ഞാൻ അവളെ വഞ്ചിക്കുന്നത് മഹാഭാവമാണ്. അയ്യോ ചെയ്യല്ലേ, മഹാഭാവം. എന്റെ അപ്പനമ്മമാരുടെ കണ്ണീരിന്റെ മുമ്പിൽ ഞാൻ നിസ്സഹായനാണ്. അതാണ് കുഞ്ഞേ ആ സ്നേഹം ഞാൻ മറ്റൊരാൾക്ക് നിഷേധിക്കുകയാണ്. എന്റെ മനസാക്ഷിയുടെ മുമ്പിൽ ഞാൻ കുറ്റക്കാരനാണ്. ഓ, വെറുതെ അതും ഇതും ഒക്കെ ആലോചിച്ച് നേരം കളയാതെ കുഞ്ഞൻ. ഞാൻ ഇതിന്റെ പിന്നിലെങ്ങാൻ കുത്തിരുന്നു മയങ്ങിക്കോട്ടെ.